ഒരു വീട്ടിലുണ്ടാകാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിണക്കത്തിനും വഴക്കിനും ഒക്കെ കാരണമായിട്ടുള്ള ചില വാസ്തു പ്രശ്നങ്ങൾ പറയാം. ഒന്നെന്ന് പറയുന്നത് ചില വീടുകളിലെ എനർജി. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ വീട്ടിന്റെ എനർജി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് അപ്പൊ നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കാതെന്ന് പറഞ്ഞ് നമ്മൾ പോയതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നിൽക്കാൻ തോന്നുന്നില്ല, നമുക്ക് പെട്ടെന്ന് പോയാൽ മതി എന്ന് തോന്നുന്നു. അപ്പൊ അതൊരു വീട്ടിന്റെ നെഗറ്റീവ് എനർജിയാണ് അതിന് കാരണം. അതേസമയം ഇപ്പൊ 5 മിനിറ്റിനകത്ത് വരാമെന്നും പറഞ്ഞൊരു വീട്ടിൽ ചെന്നിട്ട് മണിക്കൂറുകളോളം അവിടെ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിന് ചുറ്റും അല്ലെങ്കിൽ ആ വീട്ടിനകത്തുണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് നമ്മളെ കൂടുതൽ സമയം അവിടെ നിൽക്കാനായിട്ട് നമ്മൾ അവിടെ ചെലവഴിക്കാനുള്ള കാരണം. അത് ആ എനർജിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എനർജിയുടെ കാര്യമല്ല, ആ വീട്ടിലെ ചില വാസ്തുദോഷങ്ങളും ചില സ്റ്റാറുകൾ, അതായത് ചില റൂമിലുണ്ടാകുന്ന അല്ലെങ്കിൽ ചില ദിക്കിലുണ്ടാകുന്ന ചില എനർജിയുടെ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കണം എന്നുള്ളത് എല്ലാ പ്രോഗ്രാമിലും നമ്മൾ പറയുന്ന ഒരു അടിസ്ഥാന ഘടകമാണ്. അപ്പൊ നിങ്ങളൊരു വീട് വെക്കുമ്പോൾ അത് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലാതെ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂല, സൗത്ത് വെസ്റ്റ് കോർണർ ഇല്ലാതെ, അതായത് ആ ഭാഗത്ത് നിർമ്മിതി ഇല്ലാതെ വീടില്ലാതെയാണ് നിങ്ങൾ വീട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നു അത് നിങ്ങളുടെ ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും ഐക്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ദിക്കായിട്ട് ഫെങ്ഷുയിൽ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന കന്നിമൂലയെ പരിഗണിക്കുന്നു. അപ്പോൾ ആ മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇവർ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വിവാഹബന്ധം വേർപ്പെടുത്തലും അത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും, ഇപ്പൊ കല്യാണപ്രായമായവരാണെങ്കിൽ വിവാഹം നടക്കാത്ത അവസ്ഥകൾ ഒക്കെ ഈ കന്നിമൂലയുടെ ഈ ഒരു മിസ്സിംഗ് മൂലം ഉണ്ടാവും. അപ്പം ഇത് മൂലവും വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവാം. ഇനി കലഹങ്ങൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അത് എല്ലാ വീട്ടിലും ഈ ഒരു പ്രശ്നമുണ്ട്. അത് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ചിലർക്ക് അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ വീടിന്റെ പ്രധാന വാതിലിലും മറ്റു ചിലർക്ക് അവരുടെ ബെഡ്റൂമിലും വരും. അത്തരം വീടുകളിൽ എപ്പോഴും കേസും വഴക്കുകൾക്കും ഉള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ ഇത് നോക്കാം. ഇതൊരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ ചാർട്ടാണ് വരച്ചിരിക്കുന്നത്. എന്താ ഫ്ലൈങ് സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടിനും ഒരു ഫ്ലൈങ് സ്റ്റാർ ചാർട്ട് ഉണ്ട്. അത് 1 മുറിക്കായാലും 9 മുറിക്കായാലും ഒരു ഫ്ലൈങ് സ്റ്റാർ ചാർട്ട് ഉണ്ട്. നിങ്ങൾ വീട് വെച്ച കാലഘട്ടം, നിങ്ങളുടെ വീടിന്റെ ഡിഗ്രി, ഇതൊക്കെ വെച്ചിട്ടാണ് ഫ്ലൈങ് സ്റ്റാർ ചാർട്ട് എടുക്കുന്നത്. ഇതിൽ ഓരോ ദിക്കിലും വരുന്ന 2 നമ്പറുകളാണ് ആ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ എനർജി ആയിട്ട് കണക്കാക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് വശത്തുള്ള ഈ ബെഡ്റൂമിൽ ഒരാൾ കിടന്നാൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരായാലും മറ്റാരായാലും ഇവർ വഴക്കിന് സാധ്യത വളരെ കൂടുതലായിരിക്കും. അതേസമയം ഇവിടെയാണ് ഇവരുടെ പ്രധാന വാതിലെങ്കിലും ഇതേ പ്രശ്നങ്ങൾ ഇവരെ വീട്ടിൽ ബാധിക്കാം. അത് വീട് വെച്ചപ്പോൾ വീടിന്റെ 2 ദിക്കിലായിട്ട് വന്ന നമ്പറുകളെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ ബാഡ് എനർജിയെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതല്ലാതെ ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടില് പ്രധാന വാതിൽ പടിഞ്ഞാറ് വശത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വർഷത്തെ നക്ഷത്രം, അതായത് ഇത് ഫ്ലൈങ് സ്റ്റാർ നക്ഷത്രമാണ്, വീട് വെച്ചപ്പം എന്നതാണ്, ഒരിക്കലും പോകില്ല. ഇവിടെ ഈ വർഷത്തെ നക്ഷത്രം 3 വന്നിട്ടുണ്ട്. ഇത് ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ വന്നിട്ടുണ്ട്. ഇപ്പൊ ലോകത്ത് എല്ലാ സ്ഥലത്തും വെസ്റ്റ് സൈഡിൽ നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 3 ആണ്. അത് കേസും വഴക്കും കലഹവും ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു നക്ഷത്രം വന്നു കഴിഞ്ഞാൽ അവിടെ കലഹം ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് പരിഹാരം ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ഇതിന്റെ 2 പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കന്നിമൂല മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കന്നിമൂലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ കപ്പിൾസിന്റെ വഴക്കിന് ഒരു ശമനം ഉണ്ടാവുകയും ഇവർ ഐക്യത്തിൽ വരികയും ചെയ്യും. അതേപോലെ തന്നെ ഈ വെസ്റ്റ് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവർക്കോ എൻട്രൻസ് ഉള്ളവർക്കോ ഈ വർഷം ഒരു 4 സ്ക്വയർ ഫീറ്റിന്റെ റെഡ് മാറ്റ് ഇടാം. അതേപോലെ ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിൽ ബെഡ്റൂമിൽ മൗണ്ടൻ സ്റ്റാർ വരുന്നിടത്തും എൻട്രൻസിൽ വാട്ടർ സ്റ്റാർ വരുന്നിടത്തും 4 സ്ക്വയർ ഫീറ്റിന്റെ റെഡ് മാറ്റ് ഇടാവുന്നതാണ്. ഫംഗ്ഷയുടെ ചില ടൂളുകൾ നമുക്ക് നോക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് എഡ്യൂക്കേഷൻ ടവർ വയ്ക്കാം. അതുപോലെ അവർക്ക് ധരിക്കാവുന്ന ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റ് ക്രിസ്റ്റൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, മാലയുണ്ട്, അതുപോലെ തന്നെ പെൻഡന്റ് ഉണ്ട്. നിങ്ങളുടെ ആവശ്യപ്രകാരം ഇത് വാങ്ങിക്കാം. ഇത് ധരിക്കുന്ന പറയുന്ന പഠിക്കുന്ന സമയത്ത് ഇത് ഇട്ടുകൊണ്ടിരുന്ന് പഠിക്കുക, എക്സാമിന് പോകുമ്പോൾ കൂടെ കൊണ്ടുപോവുക. അടുത്തത്, വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്വാൻകിങ്ങിന്റെ സ്റ്റാച്യു വാങ്ങിച്ച് മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കാം. നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് മെയിൻ എൻട്രൻസിലോട്ട് നോക്കി ഇത്തരത്തിലുള്ള ഒരു ലക്കി ക്യാറ്റ് വെക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.